ഓക്കെ ഗൈസ്, ഇന്നത്തെ കാലാവസ്ഥയില്ലേ അതത്ര കാര്യമില്ല ഏട്ടാ. നല്ല മഴക്കാരുണ്ട്. ഇവിടെ പിന്നെ വീട്ടിൽ കറണ്ടും ഇല്ല. കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കുറച്ചു നേരം ഇരുന്ന് ടി വി കണ്ടാനെ. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടി വി കാണാനും പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്തിട്ടേ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. നമുക്ക് സോമൻ്റെ വീട്ടിലേക്ക് പോവാം. ഏയ്, അവിടെ ഒരാൾ നിൽക്കണ്ടല്ലോ. ഇയാൾക്ക് ഇതെന്താ പറ്റിയേ? ഇയാളിത് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഇയാളെ കണ്ടിട്ടേ ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നുന്നില്ല ഏട്ടാ. അത് മനുഷ്യനല്ല, അത് സോംബിയാ. ഇവിടെയും സോംബി ഉണ്ടല്ലോ. നമ്മുടെ സിറ്റിയിലപ്പോ ആൾക്കാര് ഇങ്ങോട്ടേക്കാ പോയേ. ഗൈസ്, നൈസായിട്ട് പണിപ്പാളിട്ടാ. നമ്മുടെ സിറ്റിയിൽ നിറച്ച് സോംബീസാ. ഇവരിപ്പോ എവിടെന്നാ വന്നേ? നമ്മുടെ സിറ്റിയിലപ്പോ സോംബി വൈറസ് വന്നാ. ആരാണോ ഈ പണി ഒപ്പിച്ചേ? ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ സോംബീസ് മാത്രമല്ലോ, മനുഷ്യന്മാരെ കാണാനില്ല. നമ്മുടെ സോമൻ എവിടെയാണോ? സോമൻ മിക്കവാറും വീട്ടിലുണ്ടാവും. വീട്ടിലുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ടാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന്മാരെ വണ്ടി ഇടിച്ചു കൊല്ലാം. അയ്യോ, ഇതിപ്പോ എന്തുണ്ടായേ? എൻ്റെ വണ്ടിയുടെ ഡോറ് പൊളിഞ്ഞൂലോ. ഫ്രണ്ടിലത്തെ ഒരു ഡോറ് പോയിട്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നമുക്ക് ഈ നാട് വിട്ടാലോ? ഈ സോംബീസ് ഭയങ്കര പെശക. ഇവരുടെ ഒരു കടി കിട്ടിയാൽ മതി, പിന്നെ നമ്മളും സോംബിയായിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചേ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനെ നിവർത്തിയുള്ളൂ. ഇതിപ്പോൾ എന്തുണ്ടായേ? ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണല്ലോ. അയ്യോ, ഈ സോംബി ഇപ്പോൾ എന്നെ കടിക്കും. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്കാണെങ്കിൽ എണിക്കാനും പറ്റണില്ല. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും തീർത്തളയാം, ഒരൊറ്റണത്തിനും വെറുതെ വിടണ്ട. പക്ഷെ എല്ലാവരും കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ സിറ്റിയിൽ നിറച്ച് സോംബീസാ. എൻ്റെ വെപ്പൺസിൽ അധികം ബുള്ളറ്റ് ഇല്ലേ. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഇവിടെ ഒരു പോലീസുകാരെ നിൽക്കണേട്ടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവിടെ ബാക്കി പോലീസുകാർ എങ്ങോട്ടേക്ക് പോയേ? ബാക്കി പോലീസുകാർ സോംബീസായിട്ട് മാറിയിട്ടാ. ഇയാൾ മാത്രം ബാക്കിയുള്ളോ? നമുക്ക് ഇവനെ കൂടി തീർത്തളയാം. ഇവിടെ നിറച്ച് സോംബീസാ. ഹലോ സാറേ, സാറ് വലുതും പറഞ്ഞ നമ്മുടെ സിറ്റിയിൽ നിറച്ച് സോംബീസാ. ആടെ ഫ്രാങ്ക്ലിനെ, അതെനിക്കറിയാം, നമ്മുടെ സിറ്റിയിൽ നിറച്ച് സോംബീസാന്ന്. എനിക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സോംബീസ് അറ്റാക്ക് ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ്. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തൊരു ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. സാറേ, സാറിന് വേണമെങ്കിൽ നാട് വിട്ടോട്ടെ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ദേ പോവാണ്. ശരി അപ്പോൾ ഗൈസ്, ഇവിടെ പിന്നെ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടിൽ മിക്കവാറും പ്ലെയിനൊക്കെ ഉണ്ടാവും. നമുക്കൊരു പ്ലെയിൻ എടുത്തിട്ട് വേണം നാട് വിടാം. പ്ലെയിൻ ഇല്ല ഇവിടെ. ചെറിയ പ്ലെയിനൊന്നുമില്ലേ? ഇവിടെ ഈ ഒരു വലിയ പ്ലെയിന് മാത്രമുള്ളൂ. എനിക്കാണെങ്കിൽ വലിയ പ്ലെയിന് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഒരു ചെറിയ പ്ലെയിൻ ഉണ്ടാവാറുണ്ട്, ഒരു മഞ്ഞ കളറിൽ. ഇപ്പം അത് കാണാനില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു വലിയ പ്ലെയിന് മാത്രമുള്ളൂ. എന്തുട്ടായാലും നമുക്ക് ഈ പ്ലെയിൻ എടുത്തിട്ട് നാട് വിടാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവർത്തിയില്ല. നമുക്കപ്പോൾ നൈസായിട്ട് ടേക്ക് ഓഫ് ചെയ്യാം ട്ടാ. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ വേറെ വല്ല നാട്ടിലേക്ക് പോവാം. നമുക്ക് ലോസ് ആൻഡോസിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. എനിക്കവിടെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ പേരും ഫ്രാങ്ക്ലിനാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഒരു മിനിറ്റ്, ഇതിപ്പോൾ എന്താണ്ടായേ? ലോ ഫ്യൂവല്ല. ഈ പ്ലെയിനിലപ്പോൾ ഫ്യൂലില്ലേ? ഷേ, വീണ്ടും പണിപ്പാളിയല്ലോ. ഈ പ്ലെയിനിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഏട്ടാ. പ്ലെയിനിൽ ഫ്യൂലില്ല. നമ്മുടെ പ്ലെയിനിൻ്റെ ഇവിടെ ക്രാഷായി. വെള്ളത്തിലാണ് ക്രാഷായ. ഈ പ്ലെയിനിന് ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇതെന്താ അവസ്ഥയാണ്? നമുക്കിനി രക്ഷപ്പെടാൻ പറ്റില്ലേ? എങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടാ? എന്തേലും വഴിയുണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ.
അത് മാത്രല്ല, ചാനൽ ഇതൊരു സബ് ചെയ്യത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമോയെന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പക്ഷേ ട്രെയിനൊന്നും ഇല്ല. ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കയറി രക്ഷപ്പെട്ടാന്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ ചുറ്റും സോംബീസാ. കൊറോണത്തിന് ഞാൻ അടിച്ചിട്ടു, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴും കൊറോണം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങനെ രക്ഷപ്പെടാ? എൻ്റെ കയ്യിൽ കാറുണ്ട്. ആ കാറ് എയർപോർട്ടിൽ ഇരിക്കുന്നുണ്ട്. കാറെടുത്ത് പോവാന്ന് പറഞ്ഞാൽ അതും റിസ്ക് തന്നെയാ. ആ കാറ് ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട്. ഈ സോംബീസ് ആണെങ്കിൽ പിന്നീന്ന് അറ്റാക്ക് ചെയ്യുക. അതെ, മിക്കവാറും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഔട്ടാ. ആ ശരി എന്നാ. സോംബീസൊക്കെ എന്നെ കടിച്ചു. ഒരു മിനിറ്റ്, ഇതിപ്പോ എന്താണ്ടായേ? ഞാനും ഒരു സോംബിയായിട്ട് മാറിയിട്ടാ. ഞാനിപ്പോ മനുഷ്യനല്ല, സോംബിയാ. ഏയ്, ഇവനിപ്പോ എന്താ പ്രശ്നം? എൻ്റെ എന്തിനാ അറ്റാക്ക് ചെയ്യണേ? ഞാൻ ഓൾറെഡി ഒരു സോംബിയാ. എന്നെ ഇനി അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഷേ, എന്നാലും ഇത് എന്താ അവസ്ഥയാണ്? ഞാനും സോംബിയായിട്ട് മാറി. എനിക്ക് പക്ഷേ വെപ്പണൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് പക്ഷേ അത് പറ്റണില്ല. എന്താണാവോ? അവിടെ പിന്നെ എൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഗൈസ്, എനിക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ടാ ഒരു സോംബി വണ്ടി ഓടിക്കണേ. ബാക്കിയുള്ളവർക്ക് അതിനൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പം ഞാനേ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സോംബിയായിട്ട് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അല്ലെങ്കിലും സോംബീസിന് അധികം ആയുസില്ല, പെട്ടെന്ന് ചാവും. എന്തപ്പം ചെയ്യുക? നമുക്കിനി സൂയിസൈഡ് ചെയ്യാം. അതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇവരെന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരണേ? ഞാൻ ഓൾറെഡി സോംബിയായിട്ട് മാറി, എന്നിട്ടും ഇവരെന്നെ അറ്റാക്ക് ചെയ്യാൻ വരാ. ചാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചാവാനും സമ്മതിക്കില്ല. ഭയങ്കര ശല്യേ അവരെ കൊണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിറച്ച് സ്റ്റിക്കി ബോംബ് ഇടാം. എന്നിട്ട് എല്ലാതും കൂടി ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. ഈ കാറും പോവും, ഞാനും പോവും. ഇനിയിപ്പോൾ അതിനെ സംഭവിക്കാൻ പോണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. മൊബൈൽ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. 3, 2, 1, ലെറ്റ്സ് ഗോ. അങ്ങനെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി.